നമുക്ക് നമ്മളിവിടെ ഞാൻ 5 ഡിഫറെന്റ് നെറ്റ്വർക്ക് തിയറംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1 by 1 ആയിട്ട് നോക്കാം. സോ ഇന്ന് തെവനൈൻസ് തിയറം ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെവനൈൻസ് തിയറം ആണ്. തെവനൈൻസ് തിയറം നമുക്ക് ലീനിയർ ബൈലാറ്ററൽ സർക്യൂട്ടിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എനി ലീനിയർ ബൈലാറ്ററൽ circuit containing voltage sources, current sources and resistances can be replaced by equivalent combination of voltage source in series with single resistance connected across the load. വേറൊന്നുമല്ല, നമ്മളൊരു ലീനിയർ ആൻഡ് ബൈലേറ്ററൽ സർക്യൂട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം നോർമലി ബൈലേറ്ററൽ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ഡയറക്ഷനിലും കറന്റ് ഫ്ലോ പോസിബിൾ ആണെങ്കിൽ ആ സർക്യൂട്ടിനെ ബൈലേറ്ററൽ സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മളൊരു സർക്യൂട്ട് എടുക്കുന്നു. ആ സർക്യൂട്ടില് വോൾട്ടേജ് സോഴ്സസ് ഉണ്ട്, കറന്റ് സോഴ്സസ് ഉണ്ട്, റെസിസ്റ്റൻസസ് ഒക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു സർക്യൂട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ആ സർക്യൂട്ടിനെ നമുക്ക് ഒരു സിംപ്ലിഫൈഡ് സർക്യൂട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ അതില് ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് VTH അതിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് RTH ലോഡിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടൊരു ഈക്വലന്റ് സർക്യൂട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ അതാണ് തെവനൈൻസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പോ ലീനിയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ആണെങ്കിൽ നമ്മൾ അതിനെ ലീനിയർ സർക്യൂട്ട് എന്ന് പറയും. ബൈലേറ്ററൽ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ഡയറക്ഷനിലും കറന്റ് ഫ്ലോ അലോ ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണ്, അല്ലെങ്കിൽ ഇനേബിൾഡ് ആണെങ്കിൽ അതിന് ബൈലേറ്ററൽ സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോ ഇങ്ങനെ കിട്ടുന്ന, അതായത് നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് സീരീസ് വിത്ത് ഒരു റെസിസ്റ്റൻസ്, അത് ലോഡിന് അക്രോസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ സർക്യൂട്ടിനെ തെവനൈൻ ഈക്വലന്റ് സർക്യൂട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ VTH തെവനൈൻസ് വോൾട്ടേജ് എന്നും RTH തെവനൈൻസ് റെസിസ്റ്റൻസ് എന്നുമാണ് പറയുന്നത്. അപ്പൊ VTH എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അക്രോസ് ദി ലോഡ്. ലീനിയർ സർക്യൂട്ട്സിലാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ പറയുന്ന പോലെ സെമി കണ്ടക്ടർ കമ്പോണൻസോ മറ്റേ ഗ്യാസ് ഡിസ്ചാർജിങ് കമ്പോണൻസോ ഉള്ള സർക്യൂട്ടില് നമുക്ക് തെവനൈൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓൺലി ലീനിയർ ആൻഡ് ബൈലേറ്ററൽ സർക്യൂട്ട്സിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് നമുക്ക് ഒത്തിരി കമ്പോണൻസ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ട് ആണെന്ന് വിചാരിക്കുക. ഇവിടെ നോക്കിക്കേ, കുറേയധികം കമ്പോണൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ലീനിയർ നെറ്റ്വർക്ക് ഹാവിംഗ് സെവറൽ EMF ആൻഡ് റെസിസ്റ്റൻസ്, കുറേയധികം സോഴ്സസും കുറേയധികം റെസിസ്റ്റൻസും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിമ്പിൾ ആയിട്ട് ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസും സീരീസ് കണക്റ്റഡ് എന്നുള്ള രീതിയിൽ വരുന്നു. ആൻഡ് ഇത് ലോഡ് റെസിസ്റ്റൻസ്, ഈ ഒരു രീതിയിലോട്ട് സിംപ്ലിഫൈ ചെയ്യുവാണ്. ഇതാണ് തെവനൈൻസ് ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. കിർച്ചോസ് വോൾട്ടേജ് ലോ അനുസരിച്ച് VTH നമുക്ക് എങ്ങനെ എഴുതാം? VTH ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ജനറലി ഈ ഒരു സർക്യൂട്ടിന്റെ വോൾട്ടേജ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? അസ്യൂം I is the current flowing through the circuit. വോൾട്ടേജ് എന്ന് പറയുന്ന ഓംസ് ലോ അനുസരിച്ച് V is equal to I into R ആണ്. V is equal to I into R. അപ്പൊ ഇവിടെ R എന്ന് പറയുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കണം. RTH plus RL ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. സോ VTH can be written as equal to I into RTH plus RL. I ആയിരിക്കും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറയുന്നത്. ടോട്ടൽ കറന്റ് ത്രൂ ദ സർക്യൂട്ട് യൂസിംഗ് തെവനൈൻസ് തിയറം ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യേണ്ട ഫോർമുല VTH divided by RTH plus RL. ഈ ഒരു ഫോർമുല ഓർത്ത് വയ്ക്കും. ഓക്കെ, നമുക്ക് എങ്ങനെയാ ഈക്വലന്റ് റെസിസ്റ്റൻസ്, തെവനൈൻസ് ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്, തെവനൈൻസ് വോൾട്ടേജ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. തെവനൈൻസ് ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ സോഴ്സസും റിമൂവ് ചെയ്യണം. സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സോഴ്സസ് ഉണ്ടായിരിക്കും, വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കറന്റ് സോഴ്സ്. ഐദർ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കറന്റ് സോഴ്സ് ആയിരിക്കും. ചിലപ്പോൾ രണ്ട് സോഴ്സും ഉണ്ടായിരിക്കും, വോൾട്ടേജ് സോഴ്സും കറന്റ് സോഴ്സും കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ വോൾട്ടേജ് സോഴ്സിന് നമ്മൾ എന്താ, ഇപ്പം സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, കറന്റ് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ദി കറന്റ് സോഴ്സ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ദി വോൾട്ടേജ് സോഴ്സ്. അപ്പോ രണ്ട് സോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുവാണെങ്കിൽ ബാക്കി നമുക്ക് എന്താ വരുന്നത്? ബാക്കി നമുക്ക് വരുന്നത് റെസിസ്റ്റൻസസ് മാത്രമായിട്ട്, സീരീസ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് മാത്രമേ നമുക്ക് വരത്തുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ റെസിസ്റ്റൻസിനെ സോൾവ് ചെയ്യണം. ഓക്കെ, ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ സീരീസ് പാരലൽ കോമ്പിനേഷൻ റെസിസ്റ്റൻസിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ആ റെസിസ്റ്റൻസിനെയാണ് തെവനൈൻസ് റെസിസ്റ്റൻസ് RTH എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്.
ഇനി തെവെനിൻ ഈക്വലന്റ് വോൾട്ടേജ് എങ്ങനെയാ, അല്ലെങ്കിൽ തെവെനിൻ വോൾട്ടേജ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ലോഡിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സോഴ്സിനെയാണ് മാറ്റിയത്. ഇവിടെ ലോഡിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. എന്നിട്ട് ലോഡ് ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യുക. സോ അതാണ് തെവെനിൻ ഈക്വലന്റ് വോൾട്ടേജ്. സോ ലോഡിന് അക്രോസ് ആയിട്ടുള്ള ആ ഒരു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിനെയാണ് തെവെനിൻസ് ഈക്വലന്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. തെവെനിൻസ് തിയറം യൂസ് ചെയ്ത് കറണ്ട് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ടോട്ടൽ കറണ്ട് ഇതാണ്, DTH ഡിവൈഡഡ് ബൈ RTH പ്ലസ് RL. അപ്പൊ തെവെനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കണം, തെവെനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ലോഡ് റെസിസ്റ്റൻസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ 20 ഓം റെസിസ്റ്റർ. അപ്പൊ ഈ 20 ഓം റെസിസ്റ്റർ ആണ് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ്. ഓക്കെ, 20 ഓം റെസിസ്റ്റൻസ് ആണ് ലോഡ് റെസിസ്റ്റൻസ്. അപ്പൊ നമ്മൾ ഈ 20 ഓം വഴിയുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആ ടെർമിനൽസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എയും ബിയും എന്ന് പറഞ്ഞ ടെർമിനൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ച്വലി ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഫുൾ എല്ലാ, അതായത് തെവെനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കുന്നതും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പം ഇതിന്റെ ഏതെങ്കിലും ഒരു കുഞ്ഞു പോർഷൻ ഒക്കെ ആയിരിക്കും, കുഞ്ഞു പോർഷൻ മീൻസ് സോൾവ് ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത് നോർമലി. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് കണ്ടുപിടിക്കണം, അല്ലെ? തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ്, തെവെനിൻ റെസിസ്റ്റൻസ്, പിന്നെ ലോഡ് റെസിസ്റ്റൻസ്, ഇത്രയും മാത്രമാണ് ഈക്വലന്റ് സർക്യൂട്ടിലുള്ളത്. അത് വെച്ചിട്ടേ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് കണ്ടുപിടിക്കാനല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ലോഡ് റെസിസ്റ്റൻസിനെ മാറ്റുവാണ്. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസ് മാറ്റുവാണ്. ലോഡ് റെസിസ്റ്റൻസ് ഫൈനലി ആ ഈക്വലന്റ് സർക്യൂട്ടിലോട്ടാണ് നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. അപ്പൊ ലോഡ് റെസിസ്റ്റൻസിനെ മാറ്റിയിട്ട് ഈ രണ്ട് ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെയാണ് തെവെനിൻസ് വോൾട്ടേജ് VTH എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തെവെനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോ എങ്ങനെയായിരിക്കും വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത്? നോഡൽ അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ്, അതായത് നോഡ് എടുത്തിട്ട് നോഡൽ അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പോകുന്നത്, തെവെനിൻ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു സർക്യൂട്ട് നോക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് ഇത് ഗ്രൗണ്ട് നോഡാണ്. ഒരൊറ്റ നോഡ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, കാരണം അതിൽ നിന്നാണ് ബാക്കി ബ്രാഞ്ചസ് ഒക്കെ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരൊറ്റ നോഡ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ആ നോഡിന്റെ വോൾട്ടേജിനെയാണ് V1 എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, ആ നോഡിന്റെ വോൾട്ടേജിനെയാണ് V1 എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കിർച്ചോസ് വോൾട്ടേജ് ലോ യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. അപ്പോ ഞാൻ ഈ ഫിഗർ വെച്ച് തന്നെ പറഞ്ഞുതരാം. അപ്പോ ഈ നോഡിന്റെ വോൾട്ടേജ് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ എന്തൊക്കെയുണ്ട്. ഈ നോഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. 5 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, 10 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, ഈ ഒരു 10 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, 4 ആംപിയർ കറണ്ടും അതിലോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ദെൻ ഒരു 20 വോൾട്ട് സോഴ്സും ഉണ്ട്. ഓക്കെ, 20 വോൾട്ട് സോഴ്സും ഉണ്ട്. അപ്പോ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതുമ്പോൾ ആദ്യം സൈൻ കൺവെൻഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. V1 നോഡ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് നോഡ് ആണ്. അപ്പം V1 പോസിറ്റീവ് എന്നുള്ള രീതിയിൽ വേണം എടുക്കാൻ. ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ് എന്നായിരിക്കും വരുന്നത്. ബാക്കിയുള്ളതിന്റെ ഡയറക്ഷൻ വെച്ചിട്ട് നെഗറ്റീവ് എന്നാണ് എടുക്കേണ്ടത്. സോ V1 ആദ്യം എന്താണ് നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നോഡൽ അനാലിസിസിൽ ആക്ച്വലി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കിർച്ചോസ് കറണ്ട് ലോ, അതായിരിക്കും ഓംസ് ലോ, കിർച്ചോസ് കറണ്ട് ലോ വെച്ചിട്ടാണ് നോഡൽ അനാലിസിസ് നമ്മൾ ഇക്വേഷൻസ് എഴുതുന്നത്. കിർച്ചോസ് കറണ്ട് ലോ ഉപയോഗിക്കുകയാണ്. അപ്പോ നമുക്ക് കറണ്ട് ത്രൂ 5 ഓം നമുക്ക് നോക്കാം. കറണ്ട് ത്രൂ 5 ഓം നോക്കാം. ഡയറക്ട്ലി നമുക്ക് കറണ്ട് ഇല്ലല്ലോ, അല്ലെ? ഡയറക്ട്ലി നമുക്ക് കറണ്ട് ഇല്ല. അപ്പം വോൾട്ടേജും റെസിസ്റ്റൻസും ഒക്കെ വെച്ചിട്ടേ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ 5 ഓം വഴിയുള്ള നമുക്ക് കറണ്ട് എങ്ങനെ എഴുതാം? ജനറലി കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? I is equal to V/R ആണ് കറണ്ടിന്റെ ഇക്വേഷൻ. നമുക്കിവിടെ R എന്ന് പറയുന്നതാണ് 5 ഓം. ഇനി നമുക്ക് ടോട്ടൽ വോൾട്ടേജ് വേണം, വോൾട്ടേജ് ഓർ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് വേണം. ഇവിടെ നമുക്ക് 2 വോൾട്ട് സോഴ്സും ഉണ്ട്, ഇവിടെ ഒരു നോഡ് വോൾട്ടേജ് V1 ആണ്. അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു V1 എടുക്കുമ്പോഴത്തേക്കും ഇങ്ങോട്ടാ വരുന്നത്, അല്ലെ? അപ്പം V1 നിന്ന് ഇങ്ങോട്ട് വേണം വരാൻ. സോ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കും കറന്റ് ഫ്ലോ ഡയറക്ഷൻ നമ്മൾ ആ സമയത്ത് അസ്യൂം ചെയ്യുന്നത്. സോ V1 മൈനസ് ഈ 20 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും
കറണ്ട് ത്രൂ 5 ohm റെസിസ്റ്റർ. ഓക്കെ, ഇനി പ്ലസ് എന്ത് വേണം? കറണ്ട് ത്രൂ 10 ohm വേണം. കറണ്ട് ത്രൂ 10 ohm എങ്ങനെ കണ്ടുപിടിക്കും? ഒറ്റ റെസിസ്റ്റൻസേ ഉള്ളൂ, ഒരൊറ്റ വോൾട്ടേജേ ഉള്ളൂ V1. അപ്പൊ V1 ഡിവൈഡഡ് ബൈ 10 ആണ് കറണ്ട് ത്രൂ 10 ohm റെസിസ്റ്റൻസ്. നെക്സ്റ്റ് വേണ്ടത് കറണ്ട് ത്രൂ ഈ 10 ohm ആണ്. അത് ഡയറക്ട്ലി തന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 4 ആംപിയർ കറണ്ട് 10 ohm വഴി ഫ്ലോ ചെയ്യുന്നു. പക്ഷേ നമ്മൾ V1 അല്ലേ പ്രിൻസിപ്പൽ നോഡായിട്ട് എടുക്കുന്നത്, സോ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വരുന്നത്. സോ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -4. ഓക്കെ, -4 ആയിരിക്കും കറണ്ടിന്റെ വാല്യൂ ഈക്വൽ ടു 0. ആൻഡ് ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ട് V1 കണ്ടുപിടിക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ആൻഡ് സോൾവ് ചെയ്യുന്നതിന് മുന്നേ 4 നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോ V1 -20 ഡിവൈഡഡ് ബൈ 5 പ്ലസ് V1 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോൾവ് ചെയ്യാൻ കോമൺ ഡിനോമിനേറ്റർ എടുക്കുക 10. 10 കോമൺ ഡിനോമിനേറ്റർ എടുത്താൽ ഇവിടെ 2 കൊണ്ടും ഈ വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ 2 into V1 ഞാൻ ഡയറക്ട്ലി തന്നെ എഴുതുവാണേ. അപ്പൊ 2V1 മൈനസ് 2 into 20 40 പ്ലസ് ഇവിടെ V1 തന്നെയാണ് V1 ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഓക്കെ ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദെൻ 2V1 plus V1 എന്താണ്? 2V1 plus V1 3V1. അപ്പൊ 3V1 മൈനസ് 40 ഈക്വൽ ടു ഈ 10 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 10 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് 40 കിട്ടും. ഓക്കെ, ഇവിടെ -40 ഇവിടെ +40 ആണ്. അപ്പോൾ 40 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ +40 ആവും. സോ 3V1 ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു 40 + 40 80 ആണ്. അപ്പൊ V1 എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടും? 80/3 വോൾട്ട് എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് ഈ V1 കിട്ടുന്നത്. സോ V1 ഈക്വൽ ടു 80/. അപ്പൊ അത് ഒരു ഇക്വേഷൻ ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ദെൻ വോൾട്ടേജ് അക്രോസ് 10. ഓക്കെ, ഈ 10 ഓമിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് നോക്കാം. അപ്പൊ വോൾട്ടേജ് അക്രോസ് 10 ഓം എന്ന് പറയുന്നത് V is equal to I into R ആണ്. I ഈ ഒരു ഡയറക്ഷനിലോട്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് മൈനസ് സൈൻ ആണ് കറണ്ടിന് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ -4 into 10 നമുക്ക് -40 വോൾട്ട് എന്ന് പറഞ്ഞ് കിട്ടും. ഏതാ? വോൾട്ടേജ് ത്രൂ ഈ 10. ഓക്കെ, വോൾട്ടേജ് ത്രൂ 10. അപ്പൊ നമുക്കിവിടെ എന്താണ് V1 എന്ന് പറയുന്ന വോൾട്ടേജ് കിട്ടി, വോൾട്ടേജ് ത്രൂ 10 ohm കിട്ടി. പിന്നെ ഉള്ളത് ഈ ഒരു ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അപ്പോഴ് നമുക്ക് ടോട്ടൽ വോൾട്ടേജ് ഇക്വേഷൻ എഴുതാം. ടോട്ടൽ വോൾട്ടേജ് ഇക്വേഷൻ ആസ് പെർ കിർച്ചോഫ് വോൾട്ടേജ് ലോ നമുക്ക് വോൾട്ടേജ് ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണ്? ഈ V1 പ്ലസ് വോൾട്ടേജ് അക്രോസ് 10 ohm ഈ 10 ohm വോൾട്ടേജ് അക്രോസ് 10 ohm ആൻഡ് തെവെനിൻസ് വോൾട്ടേജ്. തെവെനിൻസ് വോൾട്ടേജ് എടുക്കുമ്പോഴും ഇങ്ങനെ നോക്കിക്കേ, ഇവിടെ ഇങ്ങനെയാ വരുന്നത്, പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ -VTH ആ നമുക്ക് കിട്ടുന്നത്. ഇക്വേഷൻ ഇങ്ങനെ വരും. V1 മൈനസ് വിത്ത് റെസ്പെക്ട് ടു V1 ആ എടുക്കുന്നത്. അപ്പൊ ബാക്കി എല്ലാ വോൾട്ടേജസും മൈനസ് ആയിരിക്കും. അപ്പൊ V1 മൈനസ്, സോ ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു V1 എടുക്കുകയാണ്. V1 മൈനസ് വോൾട്ടേജ് അക്രോസ് 10 ohm. ഇത് വോൾട്ടേജ് അക്രോസ് 10 ohm മൈനസ് തെവെനിൻസ് വോൾട്ടേജ് അക്രോസ് ദ ലോഡ്. കേട്ടോ, VTH ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി V1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാ V1 എന്ന് പറയുന്നത്? V1 എന്ന് പറയുന്നത് 80/3 വോൾട്ടേജ് അക്രോസ് 10 എന്ന് പറയുന്നത് -40 ആണ്. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 40/3 അല്ലല്ലോ, സോറി 80/3 ആണ്. V1 എന്ന് പറയുന്നത് 80/3. ഇവിടെ തന്നെ ചെയ്യാം, ഇതല്ല ഇങ്ങോട്ട് ചെയ്യാം. 80/3 മൈനസ് 10 ohm അല്ലെ. അപ്പം ഇവിടെ മൈനസ് ഓഫ് മൈനസ് നമുക്ക് പ്ലസ് കിട്ടും. +40 മൈനസ് VTH ഈക്വൽ ടു 0. ഇതിൽ നിന്ന് തെവെനിൻസ് വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാം. VTH എന്ന് പറയുന്നത് 80 + 40 into 3/3 കോമൺ ഡിനോമിനേറ്റർ എടുക്കാം. അപ്പോ 80 പ്ലസ് ഇങ്ങനെ 80/3 + 40 ആണ്. 80/3 + 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 + 120 ഡിവൈഡഡ് ബൈ 3. 80 + 120 എന്ന് പറയുമ്പോൾ നമുക്ക് 200 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. 200/3
3 വോൾട്ട് ആയിരിക്കും തെവനൈൻസ് വോൾട്ടേജ്. അപ്പൊ ഈ ഒരു രീതി, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് പ്രോബ്ലം ആണ്. പക്ഷെ ഇത്രയും കോംപ്ലക്സ് അങ്ങനെ ചോദിക്കത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത്രയും കോംപ്ലിക്കേറ്റഡ് വരത്തില്ല. അപ്പൊ VTH എന്ന് പറയുമ്പോഴത്തേക്കും 200 ഡിവൈഡഡ് ബൈ 3 വോൾട്ട് എന്ന് കിട്ടി. അപ്പൊ തെവനൈൻസ് വോൾട്ടേജ് ആയി കഴിഞ്ഞു. അടുത്ത് നമുക്ക് വേണ്ടത് തെവനൈൻസ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ തെവനൈൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയും കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പൊ ഈ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഇവിടെ കറണ്ട് സോഴ്സ് ഉണ്ട്, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ കറണ്ട് സോഴ്സ് മാറ്റിയിട്ട് ഇവിടെ ഓപ്പൺ ആക്കുക, ഇതിനെ ഷോർട്ട് ചെയ്യുക. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഷോർട്ട് ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്തു. ഇതിന് അക്രോസ് ആയിട്ടുള്ള ടെർമിനൽ വോൾട്ടേജ് അല്ലേ വേണ്ടത്, സോറി റെസിസ്റ്റൻസ് അല്ലേ വേണ്ടത്. അപ്പൊ തെവനൈൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. അപ്പൊ തെവനൈൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താണ്? സീരീസ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ് നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പൊ സീരീസ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ, 5ഉം 10ഉം പാരലാണ്. 5 ഓമും 10 ഓമും പാരലലിയാ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പാരലൽ കോമ്പിനേഷനെ സോൾവ് ചെയ്യാം. 5 into 10 divided by 5 plus 10. 5 plus 10. 5 into 10 എന്ന് പറയുമ്പോൾ 50 divided by 15 കിട്ടും. ഓക്കെ, 50 by 15 എന്ന് പറയുമ്പോൾ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 divided by 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ രണ്ട് പാരലൽ നമ്മൾ സോൾവ് ചെയ്തു. സിംഗിൾ 10 by 3 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ആയി കിട്ടി. ആൻഡ് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 10ഉം. അപ്പോ ഇവിടെ നമുക്ക് വരുന്നത് 10 by 3ഉം 10 ഓമും രണ്ടും സീരീസ് ആയിട്ടാണ് വരുന്നത്. സോ RTH എന്ന് പറയുന്നത് 10 plus 10 by 3. 10 plus 10 by 3. അപ്പോ 10 plus 30 divided by 3 നമുക്ക് എത്ര കിട്ടും? 40 by 3 ഓം എന്ന് കിട്ടും. ഓക്കെ, അപ്പോ തെവനൈൻസ് റെസിസ്റ്റൻസ് 40 by 3 ഓം. തെവനൈൻസ് വോൾട്ടേജ് എത്രയാ കിട്ടിയത്? 200 by 3 വോൾട്ട് എന്ന് കിട്ടും. അപ്പോ ഇനി നമുക്ക് തെവനൈൻസ് വോൾട്ടേജ് കിട്ടി, തെവനൈൻസ് റെസിസ്റ്റൻസ് കിട്ടി. രണ്ടും ലോഡ് റെസിസ്റ്റൻസിന്റെ കൂടെ സീരീസ് ആയിട്ട് നമുക്ക് തെവനൈൻ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാം. സോ ഇതാണ് തെവനൈൻസ് ഈക്വലന്റ് സർക്യൂട്ട്. ആൻഡ് ഇത് L അല്ല, I ആണ്. ഐനെ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ കറന്റ് ത്രൂ ദ ലോഡ് റെസിസ്റ്റൻസ് VTH ഡിവൈഡ് ബൈ RTH പ്ലസ് R. VTH എന്ന് പറയുന്നത് 200 by 3. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഉണ്ട് 200 by 3 ഡിവൈഡഡ് ബൈ 40 by 3 plus 20. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം. 200 divided by 3 the whole divided by 40 plus ഇതിങ്ങോട്ട് ചെയ്യുമ്പോൾ 30 into 2 60 divided by 3. 3 3 cancel out. അപ്പോൾ 200 divided by 100. 200 by 100 നമുക്ക് എത്ര കിട്ടും? 2 ആംപിയർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ 20 ഓം വഴി ഫ്ലോ ചെയ്യുന്ന കറന്റ്, ലോഡ് റെസിസ്റ്റൻസ് വഴി ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. സോ ഇങ്ങനെയാണ് തെവനൈൻ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് ടോട്ടൽ കറന്റ് ഫ്ലോയിങ് ത്രൂ ദി ലോഡ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് നോർട്ടൺസ് തിയറം ആണ്. അപ്പൊ നോർട്ടൺസ് തിയറം എന്ന് പറഞ്ഞാല് തെവനൈൻസ് തിയറത്തിന്റെ ഒരു പാരലൽ ഫോം ആണ് നോർട്ടൺസ് തിയറം എന്ന് പറയുന്നത്. ആദ്യ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എനി ലീനിയർ സർക്യൂട്ട് ക്യാൻ ബി സിംപ്ലിഫൈഡ് ടു ആൻ ഈക്വലന്റ് സർക്യൂട്ട് വിത്ത് സിംഗിൾ കറന്റ് സോഴ്സ് ആൻഡ് പാരലൽ റെസിസ്റ്റൻസ് കണക്റ്റഡ് ടു ദ ലോഡ്. തെവനൈൻസ് സർക്യൂട്ട് എങ്ങനെയായിരുന്നു? ഒരു തെവനൈൻസ് വോൾട്ടേജ്, അതിന് സീരീസ് ആയിട്ട് തെവനൈൻസ് റെസിസ്റ്റൻസ്, പിന്നെ ലോഡ് റെസിസ്റ്റൻസ്. ഇവിടെ നേരെ തിരിഞ്ഞാണ്. വോൾട്ടേജ് സോഴ്സിന് പകരം ഒരു നോർട്ടൺ കറണ്ട് സോഴ്സും റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ്, അവിടെ നമ്മൾ തെവനൈൻസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. നോർട്ടൺസ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ ഈക്വലന്റ് റെസിസ്റ്റൻസ്, അത് കറണ്ടിന് പാരലലിയാ വരേണ്ടത്. ഓക്കെ, വോൾട്ടേജ് സോഴ്സ് വരയ്ക്കുമ്പോൾ സീരീസ് ആയിട്ടും കറണ്ട് സോഴ്സ് വരുമ്പോൾ റെസിസ്റ്റൻസ് പാരലലിയും ആൻഡ് ലോഡ് റെസിസ്റ്റൻസ്. ഈ ഒരു രീതിയിലാണ് നോർട്ടൺസ് ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ സർക്യൂട്ടിനാണ് നോർട്ടൺ ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം തെവനൈൻസ് തിയറത്തിന്റെ പാരലൽ എന്ന് വേണമെങ്കിൽ പറയാം നോർട്ടൺസ് തിയറം. അപ്പൊ യൂഷ്വലി നമ്മൾ സർക്യൂട്ട് അനാലിസിസിൽ കോംപ്ലക്സ് നെറ്റ്വർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സർക്യൂട്ടിന്റെ ഇനിഷ്യൽ കണ്ടീഷൻ, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ഒക്കെ അനലൈസ് ചെയ്യാനാണ് നോർട്ടൺസ് തിയറം യൂസ് ചെയ്യുന്നത്. അപ്പൊ നോർട്ടൺസ് തിയറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ പറയുന്ന പോലെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതും തെവനൈൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കുന്നതൊക്കെ പഴയ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ,
Okay, Norton's equivalent circuit, it is similar to Thevenin equivalent resistance. And Norton equivalent resistance എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നോക്കാം. എല്ലാ സോഴ്സസും റിമൂവ് ചെയ്യുക, എല്ലാ സോഴ്സും ഇൻഡിപെൻഡന്റ് ആക്കി വെക്കുക. ഇൻഡിപെൻഡന്റ് സോഴ്സസ് ഉണ്ടെങ്കിൽ എല്ലാ സോഴ്സും റിമൂവ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സംഭവം തന്നെയാണ്. വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, ലോഡ് റെസിസ്റ്റൻസ് ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം, എന്നിട്ട് ലോഡ് ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള എന്താണ് വോൾട്ടേജ് കണ്ടുപിടിക്കുക, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം ആദ്യം തെവനിൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ദെൻ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. ആൻഡ് ആ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നോർട്ടൺസ് കറണ്ട് ആണ് ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോർട്ടൺസ് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നോർട്ടൺ ഈക്വലന്റ് സർക്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഡ് റെസിസ്റ്റൻസിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. നമ്മൾ അവിടെ തെവനൈൻ ചെയ്തപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ടാണ്, ലോഡ് റെസിസ്റ്റൻസ് ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ടാണ് തെവനൈൻസ് വോൾട്ടേജ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, എന്നിട്ട് ഷോർട്ട് സർക്യൂട്ട് ബ്രാഞ്ച് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കുക. ആ കറണ്ടിനെയാണ് നോർട്ടൺ കറണ്ട് എന്ന് പറയുന്നത്. അതാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പൊ നോർട്ടൺ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് നമ്മൾ എന്തായാലും കണ്ടുപിടിക്കണം. ഓക്കെ, നോർട്ടൺസ് ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സിമ്പിൾ ആയിട്ട് നേരത്തെ സെയിം പ്രോബ്ലം തന്നെ പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് കറണ്ട് ത്രൂ 20 ഓം റെസിസ്റ്റൻസ് നോർട്ടൺ തിയറം അനുസരിച്ച് ചെയ്യാം. ഓക്കെ, നോർട്ടൺ തിയറം അനുസരിച്ച് ചെയ്യാം. അപ്പൊ ഞാനിവിടെ തെവനൈൻസ് ഈക്വലന്റ് സർക്യൂട്ട് വെച്ചിട്ട് തെവനൈൻസ് വോൾട്ടേജും തെവനൈൻസ് റെസിസ്റ്റൻസും, കാരണം ഈക്വലന്റ് റെസിസ്റ്റൻസ് ഇവിടെ കണ്ടുപിടിക്കുന്നത് അവിടെ കണ്ടുപിടിക്കുന്നതും സെയിം തന്നെയാണ്. അപ്പൊ പ്ലസ് ആ ഒരു നോർട്ടൺസ് എന്താണ് സോറി തെവനൈൻസ് വോൾട്ടേജ്, സെയിം വോൾട്ടേജ് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്തിട്ടുള്ള സർക്യൂട്ട് ആണ്. അപ്പൊ തെവനൈൻസ് ഈക്വലന്റ് സർക്യൂട്ട് നമുക്ക് കിട്ടി. ദെൻ എന്ത് ചെയ്യണം? സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക് യൂസ് ചെയ്യാം. അതാണ് എളുപ്പം. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ കറന്റ് സോഴ്സിനെ വോൾട്ടേജ് സോഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാം, വോൾട്ടേജ് സോഴ്സിനെ കറന്റ് സോഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്. നമ്മളിപ്പോ തെവനൈൻസ് തിയറം അനുസരിച്ച് തെവനൈൻസ് വോൾട്ടേജും തെവനൈൻസ് റെസിസ്റ്റൻസും കിട്ടി. അങ്ങനെയാണെങ്കിൽ കറണ്ട് എങ്ങനെ കിട്ടും? അതിന്റെ ആ വോൾട്ടേജിന്റെ ഈക്വലന്റ് കറണ്ട് നമുക്ക് എങ്ങനെ കിട്ടും? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ കറണ്ട് കിട്ടും. നമ്മുടെ വോൾട്ടേജ് എത്രയാ? 200/3 റെസിസ്റ്റൻസ് എത്രയാ? 40/3. അപ്പൊ 200/3 ഡിവൈഡഡ് ബൈ 40/3 ചെയ്യുമ്പോൾ ഇതും ഇതും ക്യാൻസൽ ആവും. 200 ഡിവൈഡഡ് ബൈ 40 ചെയ്യുമ്പോൾ 5 ആംപിയർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഈ 5 ആംപിയർ ആണ് നോർട്ടൺസ് കറണ്ട് വാല്യൂ. നോർട്ടൺസ് കറണ്ടേ ആയിട്ടുള്ളൂ, കറണ്ട് അക്രോസ് ദ ലോഡ് റെസിസ്റ്റൻസ് ആയിട്ടില്ല. അപ്പൊ നോർട്ടൺസ് കറണ്ട് എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. ഇനി നോർട്ടൺ റെസിസ്റ്റൻസും തെവനൈൻ റെസിസ്റ്റൻസും സെയിം തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു അവിടെ കണ്ടുപിടിച്ച സെയിം റെസിസ്റ്റൻസ് മെത്തേഡ്, കണ്ടുപിടിക്കുന്ന മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നോർട്ടൺ റെസിസ്റ്റൻസും തെവനൈൻസ് റെസിസ്റ്റൻസും സെയിം മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവിടെ എന്ത് ചെയ്യുന്നു? കറന്റ് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നു, വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. അപ്പോ നമുക്ക് കറണ്ട് ആയി, റെസിസ്റ്റൻസ് ആയി അല്ലെ. അപ്പോ നമ്മള് നോർട്ടൺസ് ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക. നോർട്ടൺസ് ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ കറണ്ട് സോഴ്സ് പാരലൽ വിത്ത് ഈക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പൊ കറണ്ട് നമുക്ക് എത്രയാണ് കിട്ടിയത്? 5 ആംപിയർ. ഇത് നമ്മുടെ നോർട്ടൺസ് കറണ്ടും ഇത് നമ്മുടെ നോർട്ടൺസ് റെസിസ്റ്റൻസുമാണ്. IN-ഉം RN-ഉം കിട്ടും. ഓക്കെ, അപ്പോ തെവനൈൻ സർക്യൂട്ടിന്റെ കറസ്പോണ്ടിങ് നോർട്ടൺസ് സർക്യൂട്ട്, അതായത് പാരലൽ സർക്യൂട്ട് നമ്മൾ വരച്ചു. അപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്താ ചെയ്തത്? തെവനൈൻസ് സർക്യൂട്ടിൽ ചെയ്തതുപോലെ തന്നെ തെവനൈൻ ഈക്വലന്റ് വോൾട്ടേജും തെവനൈൻ റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു. എന്നിട്ട് ആ വോൾട്ടേജിന്റെ കറസ്പോണ്ടിങ് കറണ്ട്, വോൾട്ടേജും റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ആ വോൾട്ടേജിന്റെ കറസ്പോണ്ടിങ് കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ആ കറണ്ട് ആണ് നോർട്ടൺ കറണ്ട്. ഈക്വലന്റ് റെസിസ്റ്റൻസിനെ തന്നെയാണ്, അല്ലെങ്കിൽ തെവനൈൻ റെസിസ്റ്റൻസിനെ തന്നെയാണ് നോർട്ടൺ റെസിസ്റ്റൻസ് എന്നും പറയുന്നത്. ഓക്കെ, നോർട്ടൺ റെസിസ്റ്റൻസ് എന്നും സെയിം ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോ ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ കറണ്ട്, ഫൈൻഡ് ദ കറണ്ട് അക്രോസ്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈ 20 ഓം ആണ്. അപ്പൊ നമ്മള് ഈ ഒരു പോർഷൻ വെച്ചിട്ട് ഇതിന്റെ ഇത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ. അപ്പൊ 20 ഓമിന് അക്രോസ് ആയിട്ടുള്ള എന്താണ് അല്ല 20 ഓം വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ലേ വേണ്ടത്. അപ്പൊ ഈ 20 ഓം ആ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 20 ഓം സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യാം. അപ്പൊ 5 ആംപിയർ സോഴ്സ് ഇതേ ഇതില് ഇവിടെ നമുക്ക് ഈ ടെർമിനലിന് അക്രോസ് ആയിട്ട് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിന് അക്രോസ് ആയിട്ട് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 20 ഓം നമ്മൾ കണക്ട് ചെയ്യും.
ഓക്കെ, 20 ഓം റെസിസ്റ്റൻസ് നമ്മളിവിടെ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്, കറണ്ട് ത്രൂ 20 ഓം അല്ലെ, കറണ്ട് ത്രൂ 20 ഓം ആണ് വേണ്ടത്. ഈ കറണ്ട് ഫ്ലോയിങ് ത്രൂ 20 ഓം റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ കറണ്ട് ഉണ്ട്, കറണ്ട് ത്രൂ ഈ ബ്രാഞ്ച് ആണ് വേണ്ടത്, നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ യൂസ് കറണ്ട് ഡിവിഷൻ റൂൾ. കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ എത്രയാ വരുന്നതെന്ന്. കറണ്ട് ഡിവിഷൻ റൂൾ അനുസരിച്ച് എത്രയാ കിട്ടുന്നത് നമുക്ക് നോക്കാം. കറണ്ട് ഡിവിഷൻ റൂൾ അനുസരിച്ച് കറണ്ട് ത്രൂ 20 ഓം ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദി ഓപ്പോസിറ്റ് പാരലൽ ബ്രാഞ്ച്, അതായത് 40 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്രയാ, 20 പ്ലസ് 40 ഡിവൈഡഡ് ബൈ 3. ഇത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തേ. ടോട്ടൽ കറണ്ട് നമുക്കിപ്പോ എത്ര, 5 ആംപിയർ അല്ലേ ടോട്ടൽ കറണ്ട്. അപ്പൊ കറണ്ട് ത്രൂ 20 ഓം എന്ന് പറയുന്നത്, കറണ്ട് ത്രൂ 20 ഓം ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് 5 ഇൻറ്റു 40 ബൈ 3 ഡിവൈഡഡ് ബൈ, ഇത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കോമൺ ഡിനോമിനേറ്റർ എടുക്കാം. അപ്പൊ 20 ഇൻറ്റു 3 60 പ്ലസ് 40 ഡിവൈഡഡ് ബൈ 3. 3യും 3യും ക്യാൻസൽ ആവും. 5 ഇൻറ്റു 4 20. അപ്പൊ 200 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 40 നമുക്ക് എത്ര കിട്ടും, 60 പ്ലസ് 40 100 ആണ്. ഓക്കെ, അപ്പൊ 60 പ്ലസ് 40 100. അപ്പൊ 200 ബൈ 100 നമുക്ക് എത്രയാ കിട്ടുന്നത്, കറണ്ട് ത്രൂ 20 ഓം അല്ലെങ്കിൽ കറണ്ട് ത്രൂ ലോഡ് റെസിസ്റ്റൻസ് എത്രയാ കിട്ടുന്നത്, 2 ആംപിയർ. ഏത് എന്താണ് തിയറം യൂസ് ചെയ്താലും കറണ്ട് ത്രൂ ലോഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മെത്തഡോളജി വ്യത്യാസമേ ഉള്ളൂ. അപ്പം തെവനൈൻസ് ചെയ്തതുപോലെയല്ല നമ്മൾ നോർട്ടൺ കണ്ടുപിടിച്ചത്. അപ്പൊ തെവനൈൻ വോൾട്ടേജ്, തെവനൈൻ റെസിസ്റ്റൻസ്, ദെൻ സീരീസ് ആയിട്ട് ലോഡ് റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് ടോട്ടൽ കറണ്ട് അക്രോസ് ലോഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചത്. ഇവിടെ അങ്ങനെയല്ല, നോർട്ടൺസ് ഈക്വലന്റ് സർക്യൂട്ട് വരച്ചിട്ട് കറണ്ട് ഡിവിഷൻ റൂൾ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്തു, കറണ്ട് ത്രൂ ഈ 20 ഓം റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോ രണ്ട് തിയറംസ്, നെറ്റ്വർക്ക് തിയറംസിലെ രണ്ട് തിയറംസ് നോക്കി, തെവനൈനും നോർട്ടണും രണ്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് തിയറംസ് ആണ്. സോ ഇതൊന്ന് നോക്കി വയ്ക്കാം. ബാക്കി തിയറംസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാവേ. മാം, ചില സ്ഥലങ്ങളിൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടും അല്ലാത്ത സ്ഥലങ്ങളിൽ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ഇങ്ങനെ എടുക്കുന്നതിന്റെ ബേസ് എന്താ, ലൈക്ക് എങ്ങനെയാണ് എടുക്കുന്നത്? അത് നമ്മുടെ ബേസിക് എന്താണ് ഇലക്ട്രിക്കൽ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. എന്ന് വെച്ചാല് നമ്മളിപ്പം എന്താണ് ഒരു സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും അതില് വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ബേസിക് സർക്യൂട്ട് തിയറി അങ്ങനെയാണ്. വോൾട്ടേജ് സോഴ്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് വോൾട്ടേജ് സോഴ്സസിനെ എപ്പോഴും ഷോർട്ട് സർക്യൂട്ടാ ചെയ്യും. അത് ബേസിക് ആയിട്ടുള്ള തിയറിയാണ്. കറണ്ട് സോഴ്സ് വരികയാണെങ്കിൽ കറണ്ട് സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ പവറും ഇത് മറ്റേ ഇൻഫൈനൈറ്റ് ആയി പോകും. നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നുവെങ്കിൽ കറണ്ട് ഫ്ലോ ഇൻഫൈനൈറ്റ് ആയി പോകും, സർക്യൂട്ട് ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം അല്ലേ ടെർമിനൽ വോൾട്ടേജ് നമ്മൾ 0 ആക്കി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെർമിനൽ വോൾട്ടേജിനെ നമ്മൾ 0 ആക്കി റെഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് യൂഷ്വലി ഈ തിയറത്തില് വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്. സർക്യൂട്ട് അനാലിസിസിൽ യൂഷ്വലി വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് ടെർമിനൽ വോൾട്ടേജ് 0 ആക്കി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു ഡൗട്ട് വന്നിരുന്നു, ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് അല്ലേ. അപ്പൊ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് ഇന്റേണൽ ഇംപിഡൻസ് 0 ആണല്ലോ. സോ വോൾട്ടേജ് കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ് 0 ആക്കി കൊണ്ടുവരാം. അപ്പോ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴേ നമുക്കത് 0 ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ?